1945 ആദ്യത്തെ അണുബോംബ് പരീക്ഷിച്ചപ്പോൾ അതിൻ്റെ ഭീകരത കണ്ട റോബർട്ട് ഓപ്പൺഹൈമർ ഭഗവത്ഗീതയിലെ വരികളാണ് ഓർത്തത്. ദിവി സൂര്യസഹസ്രസ്യ ഭവേദ്യുഗ പദുദ്ധിത. 1000 സൂര്യന്മാർ ഒരേ സമയം ഉദിച്ചുയർന്നാൽ എങ്ങനെയുണ്ടാകും? ആധുനിക ലോകം ഈ വിനാശത്തെ ന്യൂക്ലിയർ ബോംബെന്ന് വിളിക്കുമ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭാരതീയ പുരാണങ്ങൾ ഇതിനെ മറ്റൊരു പേരിൽ അടയാളപ്പെടുത്തിയിരുന്നു: ബ്രഹ്മാസ്ത്രം. വെറുമൊരു അമ്പായിരുന്നോ ഇത്? അതോ പുരാതന ഭാരതത്തിലെ നശിച്ചുപോയ അതിനൂതന സാങ്കേതിക വിദ്യയോ? ഇന്ന് 1000 കഥകളിലൂടെ ഈ രഹസ്യം നമുക്ക് പരിശോധിക്കാം. പലർക്കും അറിയില്ലാത്ത ഒരു കാര്യമുണ്ട്. ബ്രഹ്മാസ്ത്രത്തിലെ തന്നെ 3 വ്യത്യസ്ത തലങ്ങളുണ്ട്. സാധാരണ ബ്രഹ്മാസ്ത്രം ഒരു ലക്ഷ്യത്തെ മാത്രം തകർക്കുമ്പോൾ അതിനേക്കാൾ 4 മടങ്ങ് ശക്തിയുള്ളതാണ് ബ്രഹ്മശിരസ്. ഇതിന് ബ്രഹ്മാവിൻ്റെ 4 തലങ്ങളെപ്പോലെ 4 മടങ്ങ് വിനാശകാരിയാകാൻ കഴിയും. എന്നാൽ ഇതിനേക്കാളും മുകളിലായി ബ്രഹ്മാണ്ഡാസ്ത്രം എന്നൊരായുധം കൂടി വിവരിക്കപ്പെടുന്നുണ്ട്. ഇത് പ്രപഞ്ചത്തിലെ മറ്റ് ആയുധങ്ങളെപ്പോലും വിഴുങ്ങാൻ ശേഷിയുള്ളതാണ്. മഹാഭാരത യുദ്ധത്തിൽ അശ്വത്ഥാമാവും അർജുനനും പരസ്പരം ബ്രഹ്മശിരസ് പ്രയോഗിച്ചപ്പോൾ പ്രപഞ്ചം തന്നെ അവസാനിക്കുമെന്ന് ഭയന്നാണ് വ്യാസമുനിയും നാരദ മഹർഷിയും ഇടപെട്ട് അത് തടഞ്ഞത്. ആധുനിക കാലത്തെ ഹൈഡ്രജൻ ബോംബ് പോലെയൊന്നായിരുന്നോ ഈ ബ്രഹ്മശിരസ്? ചരിത്രപരമായ തെളിവുകൾ എവിടെയെന്ന ചോദ്യത്തിനുത്തരമായി രാജസ്ഥാനിലെ മരുസ്ഥലി എന്ന മരുഭൂമിയെ ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു. രാമായണത്തിലെ ശ്രീരാമൻ സമുദ്രത്തിന് നേരെ തൊടുത്ത ബ്രഹ്മാസ്ത്രം പിന്നീട് ദിശ മാറ്റിവിട്ടത് ഈ പ്രദേശത്തേക്കാണെന്ന് പറയപ്പെടുന്നു. ഇന്നും ഈ മരുഭൂമിയിലെ ചില ഭാഗങ്ങളിൽ അമിതമായ റേഡിയേഷൻ കാണപ്പെടുന്നു എന്ന് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ മോഹൻജദാരോയിലെ ഉത്ഖനനത്തിൽ ലഭിച്ച ചില അസ്ഥികൂടങ്ങളിൽ സാധാരണയേക്കാൾ 50 മടങ്ങ് കൂടുതൽ റേഡിയേഷൻ കണ്ടെത്തിയതായി ചില റഷ്യൻ ഗവേഷകർ അവകാശപ്പെട്ടിട്ടുണ്ട്. അന്ന് അവിടങ്ങളിൽ നടന്നത് ഒരു ഭീകരമായ ആണവ യുദ്ധമായിരുന്നു. ബ്രഹ്മാസ്ത്രത്തെക്കുറിച്ച് പുരാണങ്ങളിൽ നൽകിയിരിക്കുന്ന വിവരങ്ങൾ അതീവ ഭീകരമാണ്. ഇത് പ്രയോഗിച്ചാൽ ഭൂമി വിറയ്ക്കും, സമുദ്രങ്ങൾ ഇളകി മറിയും. എന്നാൽ ഇതിലും അമ്പരപ്പിക്കുന്നത് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റുകളാണ്. ബ്രഹ്മാസ്ത്രം പതിക്കുന്ന ഇടത്ത് അടുത്ത 12 വർഷത്തേക്ക് മഴ പെയ്യില്ല. അവിടെയുള്ള പുല്ലും ചെടികളും കരിഞ്ഞു പോകും. പുരുഷന്മാരിലും സ്ത്രീകളിലും വന്ധ്യതയുണ്ടാകും. റേഡിയോ ആക്ടിവേഷൻ മൂലം ഒരു പ്രദേശത്തെ ആവാസ വ്യവസ്ഥ തകരും. ജനിതക വൈകല്യങ്ങൾ സംഭവിക്കുന്നതും തന്നെയല്ലേ ഇത്? ചതുർമുഖനായ ബ്രഹ്മാവിൻ്റെ 5ാമത്തെ തല ഈ ആയുധത്തിലുണ്ടെന്ന് പറയപ്പെടുന്നു. അതായത് സർവനാശത്തിൻ്റെ 5ാമത്തെ മാനം. ഇത്രയും കൃത്യമായ ഒരു സയൻറ്റിഫിക് ഡേറ്റ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് എങ്ങനെ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ വന്നു? ഏറ്റവും അത്ഭുതകരമായ കാര്യം, ഈ ആയുധം പ്രവർത്തിപ്പിക്കാൻ ഒരു കീ ആവശ്യമായിരുന്നു എന്നതാണ്. അതായിരുന്നു മന്ത്രങ്ങൾ. ശബ്ദ തരംഗങ്ങൾ ഉപയോഗിച്ച് ആറ്റങ്ങളെ വിഘടിപ്പിക്കാൻ കഴിഞ്ഞിരുന്ന ഒരു വിദ്യ നമ്മുടെ മുനിമാർക്ക് അറിയാമായിരുന്നു എന്ന് ചുരുക്കം. ഇന്ന് നാം വോയിസ് ആക്ടിവേറ്റഡ് സിസ്റ്റങ്ങൾ ഉപയോഗിക്കുന്നത് പോലെ. നാം ഇന്ന് സയൻസ് ഫിക്ഷൻ എന്ന് വിളിക്കുന്ന പല കാര്യങ്ങളും പണ്ട് ഭാരതത്തിൽ യാഥാർത്ഥ്യമായിരുന്നു. ബ്രഹ്മാസ്ത്രം എന്നത് വെറുമൊരു അമ്പല്ല, അതൊരു സാങ്കേതിക വിദ്യയുടെ പരിസമാപ്തിയാണ്. ഈ അത്ഭുതങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യൂ. ബ്രഹ്മാസ്ത്രം ഒരു ടെക്നോളജി ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ?